Hi all, welcome to Steadicom MLT Academy. Kerala PSC Lab Technician എക്സാമിന്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോകെമിസ്ട്രി ഏരിയ ആണ്. ബയോകെമിസ്ട്രിയിലെ മൊഡ്യൂൾ 3 ആയിട്ടുള്ള ഗ്രേഡ്സ് ഓഫ് കെമിക്കൽ, അതുപോലെ സ്റ്റാൻഡേർഡ് കെമിക്കൽസ്, സ്റ്റോറേജ് ഓഫ് കെമിക്കൽ, ഈ ഒരു ഏരിയയിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. First question, in a chemical laboratory, identify the protocol not adhering to the proper chemical storage standard. Option A, methanol should be stored in flame safety cabinet. Option B, oxidizer and flammable should be stored in same cabinet for easy access. Option C, chemical should not be stored purely based on alphabetic order. Option D, acids and waste should be stored separately with sufficient distance. അതായത് നമ്മൾ കെമിക്കൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു പ്രോട്ടോകോൾ വരാത്തത് ഏതാണെന്ന് ആണ് ചോദ്യം. ഓക്കെ, സോ അതായത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്സിഡൈസർ ആൻഡ് ഫ്ലെയിമബിൾ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ സെയിം ക്യാബിനറ്റ് ഫോർ ഈസി ആക്സസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. കാരണം നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റും ഒന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? മെത്തനോൾ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ഫ്ലെയിം സേഫ്റ്റി ക്യാബിനറ്റ്. ശരിയാണ്, മെത്തനോൾ എന്ന് പറയുന്നത് ഒരു ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം സേഫ്റ്റി ക്യാബിനറ്റിലാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത്. അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തേത് നമ്മൾ ആൻസർ ആയിട്ട് എടുത്തു. മൂന്നാമത്തേത് നമ്മൾ എന്താണ്? കെമിക്കൽ ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് പ്യൂർലി ബേസ്ഡ് ഓൺ ആൽഫബറ്റിക് ഓർഡർ. ഇപ്പൊ ഒരു ബയോകെമിസ്ട്രി ലാബിൽ അല്ലെങ്കിൽ കെമിക്കൽ ലാബിൽ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലല്ല നമ്മൾ ഒരിക്കലും സ്റ്റോർ ചെയ്യേണ്ടത്. കാരണം ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താണ്, അതിൽ ആസിഡ്സ് ഉണ്ടാവാം, ബേസസ് ഉണ്ടാവാം, ചിലപ്പോൾ ഫ്ലെയിമബിൾ കെമിക്കൽസ് ഉണ്ടാവാം, കൊറോസീവ് കെമിക്കൽസ് ഉണ്ടാവാം. അപ്പോൾ എല്ലാ കെമിക്കൽസും ഒരേപോലെ നമുക്ക് നമ്മളെ ക്യാബിനറ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഫ്ലെയിമബിൾ കെമിക്കൽ അതിന്റെ ഫയർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ക്യാബിനറ്റിലായിരിക്കും സ്റ്റോർ ചെയ്യേണ്ടത്. കൊറോസീവ് കെമിക്കൽസ് വേറെ ഇതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. ആസിഡ്സ് അതേപോലെ തന്നെ ഫോട്ടോസെൻസിറ്റീവ് ആയിട്ടുള്ളത് വേറെ രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ കെമിക്കൽസിനും അതിൻ്റെതായിട്ടുള്ള സ്റ്റോറേജ് ക്രൈറ്റീരിയ ഉണ്ട്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ആൽഫബറ്റിക് ഓർഡറിലല്ല അത് സ്റ്റോർ ചെയ്യുന്നത്. സോ അത് ഇവിടെ ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, ആസിഡ്സ് ആൻഡ് ബേസ് ഷുഡ് ബി സ്റ്റോർഡ് സെപ്പറേറ്റ്ലി ഓർ സഫിഷ്യന്റ് ഡിസ്റ്റൻസ്. ആസിഡ്സും ബേസസും നമ്മൾ ഒരുമിച്ച് സ്റ്റോർ ചെയ്യരുത്. അത് ഒന്നുകിൽ സെപ്പറേറ്റ് ക്യാബിനറ്റിലോ അല്ലെങ്കിൽ സഫിഷ്യന്റ് ഡിസ്റ്റൻസ് ഇട്ടിട്ടോ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓക്സിഡൈസർ ആൻഡ് ഫ്ലെയിമബിൾസ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ സെയിം ക്യാബിനറ്റ് ഫോർ ഈസി ആക്സസ്. ഒരിക്കലും ഓക്സിഡൈസറും ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസും ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ പാടില്ല. അങ്ങനെ സ്റ്റോർ ചെയ്യാന്നാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഈ ഫ്ലെയിമബിൾ കെമിക്കൽസ് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ഫ്ലെയിംസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത് എന്ത് ചെയ്യാൻ പാടില്ല, ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ പാടില്ല എന്നുള്ള പോയിന്റ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഈ കെമിക്കൽ സ്റ്റോറേജുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ചധികം പോയിന്റ്സുകൾ പഠിക്കാം. അതായത് ഓരോ ടൈപ്പ് കെമിക്കൽസും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ ഫ്ലെയിമബിൾ കെമിക്കൽസ്, ഫ്ലെയിം കത്തുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഉണ്ടാവില്ല. ഇപ്പൊ എത്തനോള്, അസറ്റോണ്, ഡൈഈഥൈൽ ഈഥർ, ഇതൊക്കെ ഫ്ലെയിമബിൾ കെമിക്കൽസ് ആണ്. അങ്ങനെയുള്ള ഫ്ലെയിമബിൾ കെമിക്കൽസ് ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലെയിമബിൾ സ്റ്റോറേജ് ക്യാബിനറ്റ്, ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ക്യാബിനറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്റ്റോർ ചെയ്യേണ്ടത്. നമ്മളതിന് ഹീറ്റ് എന്നൊക്കെ എവേ ആയിട്ട് സ്റ്റോർ ചെയ്യണം. നമ്മൾ ചൂടൊക്കെ കൂടുതലായിട്ട് വരുന്ന അല്ലെങ്കിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ എവേ ആയിട്ട് സ്റ്റോർ ചെയ്യണം. കാരണം എന്താണ്, ഇത് പെട്ടെന്ന് ഫ്ലെയിമബിൾ ആയിട്ടുള്ള കത്താനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള ഇതൊന്ന് എവേ ആയിട്ടാണ് നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ കണ്ടു നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കീപ് എവേ ഫ്രം ഓക്സിഡൈസർ, അവോയ്ഡ് ഓപ്പൺ ഫ്ലെയിംസ് ആൻഡ് സ്പാർക്ക്. ഓക്സിഡൈസറിന് എവേ ആയിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നില്ല, ഒരുമിച്ച് സ്റ്റോർ ചെയ്യണം എന്നാണ്. യെസ്, സോ ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് എത്തനോൾ, അസറ്റോൺ, ഡൈഥൈൽ ഈഥർ ഒക്കെ നമ്മൾ ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യണം. ഹീറ്റ് എവേ ആയിട്ട് സ്റ്റോർ ചെയ്യണം. ഓക്സിഡൈസറിനും ഈ ഫ്ലെയിംസിനും സ്പാർക്കിനും ഒക്കെ എവേ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
പിന്നെ കൊറോസീവ് കെമിക്കൽസ് നമുക്ക് ഡാമേജ്, ഫിസിക്കൽ ഡാമേജ് ഒക്കെ കോസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസ്. ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, NaOH, ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ വീണാലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലായാലോ ഒക്കെ നമുക്ക് കൊറോസീവ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് അല്ലെ. അങ്ങനെയുള്ളത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് കൊറോസീവ് റെസിസ്റ്റന്റ് ക്യാബിനറ്റിലാണ്. ദാറ്റ് സ്റ്റോർഡ് ഇൻ കൊറോസീവ് റെസിസ്റ്റന്റ് ക്യാബിനറ്റ്സ്. അതേപോലെ യൂസ് സെക്കൻഡറി കണ്ടെയ്ൻമെന്റ് യൂസ് ചെയ്യുക. ടൈറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ നമ്മൾ ക്ലിയർലി അത് കൊറോസീവ് ആണെന്നുള്ള ലാബിൽ കൊടുക്കണം. സ്പിൽ ട്രേ യൂസ് ചെയ്യണം. സ്റ്റോർ എവേ ഫ്രം ഫ്ലെയിമബിൾ സബ്സ്റ്റൻസ്. ഈ ഫ്ലെയിമബിൾ സബ്സ്റ്റൻസിനെ എവേ ആയിട്ട് സ്റ്റോർ ചെയ്യണം. കുറച്ച് പോയിന്റുകൾ പഠിച്ചു വെക്കുക. കൊറോസീവിന്റെ എക്സാമ്പിൾസ് സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, NaOH ഒക്കെ കൊറോസീവ് ടൈപ്പ് ഓഫ് കെമിക്കൽസ് ആണ്. കൊറോസീവ് റെസിസ്റ്റന്റ് ക്യാബിനറ്റിൽ സ്റ്റോർ ചെയ്യണം. ഈ സെക്കൻഡറി കണ്ടെയ്ൻമെന്റ് നമുക്ക് യൂസ് ചെയ്യാം. ടൈറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് നമ്മളിത് സ്റ്റോർ ചെയ്യേണ്ടത്. ക്ലിയർലി നമ്മളത് കൊറോസീവ് കെമിക്കൽസിന്റെ എന്തിടണം, ലാബിൾസ് യൂസ് ചെയ്യണം. സ്പിൽ ട്രേ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിമബിൾ കെമിക്കൽസ് എവേ ആയിട്ടാണ് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ പോയിന്റ്സുകൾ കൊറോസീവ് കെമിക്കലിന്റെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു. പിന്നെ ടോക്സിക് ആയിട്ട് നമുക്ക് ഈ സയനൈഡ്, അതുപോലെ മെർക്കുറി, ആർസനിക് കോമ്പൗണ്ട്, ഇതൊക്കെ നമുക്ക് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് അല്ലെ. അത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് സ്റ്റോർഡ് ഇൻ വെൽ വെന്റിലേറ്റഡ് ടോക്സിക് സ്റ്റോറേജ് ഏരിയയിലാണ് വിത്ത് റെസ്ട്രിക്റ്റഡ് ആക്സസ്. നമുക്ക് ഈസിലി നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും കയറി എടുക്കുന്ന ആ ഒരു ഏരിയയിൽ കൊണ്ട് ഈ ടോക്സിക് കെമിക്കൽസ് വെക്കാൻ പാടില്ല അല്ലെ. നമുക്കത് ടോക്സിക് ആണ്. സോ ടോക്സിക് കെമിക്കൽ സ്റ്റോറേജ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടോ, നമുക്കത് ഈ ഏരിയ ടോക്സിക് ആണെന്ന് പറഞ്ഞ് ലാബിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ സെക്കൻഡറി ടോക്സിക് കെമിക്കൽസ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. പ്രോപ്പർ അത് യൂസ് ചെയ്യുന്ന പ്രോപ്പർ നമ്മൾ PPE ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു എന്ത് യൂസ് ചെയ്യേണ്ടത്, ഈ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഹസാർഡ്, ടോക്സിക് ആണെന്നുള്ള ഹസാർഡ് ലേബിൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇതൊന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ് ഹൈഗ്രോസ്കോപ്പിക് കെമിക്കൽസ്. ഹൈഗ്രോസ്കോപ്പിക് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോയ്സ്ചർ ആയിട്ട് കണ്ടന്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോയ്സ്ചർ ആയിട്ട് അല്ലെങ്കിൽ എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് എന്തായി പോകും, ചീത്തയായിട്ട് പോകുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസ് ആണ് ഈ ഹൈഗ്രോസ്കോപ്പിക് കെമിക്കൽസ് എന്ന് പറയുന്നത് അല്ലെ. സോ അതായത് എയറുമായിട്ട് അവർ കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല. അങ്ങനത്തെ കെമിക്കൽസ് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല. ഇപ്പോൾ അൺഹൈഡ്രസ് സാൾട്ട്, കോപ്പർ സൾഫേറ്റ് ഒക്കെ ഈ ഹൈഗ്രോസ്കോപ്പിക് ആണ്. നമ്മൾ സാധാരണ അത് സ്റ്റോർ ചെയ്യാറുള്ളത് ഈ മോയ്സ്ചർ പ്രൂഫ് ആയിട്ടുള്ള ഡെസിക്കേറ്ററിലാണ്. ഒന്നെങ്കിൽ നമുക്ക് പറയാം മോയ്സ്ചർ പ്രൂഫ് കണ്ടെയ്നർ ഓർ ഡെസിക്കേറ്ററിലാണ് ഇങ്ങനെ ഹൈഗ്രോസ്കോപ്പിക് കെമിക്കൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. കാരണം നമുക്ക് അതിലേക്ക് എയർ കടക്കാൻ പറ്റില്ല. സോ ഇതിന്റെ ഇപ്പൊ ഓൾറെഡി ഡെസിക്കേറ്ററിന്റെ ഉള്ളിലുള്ള എയറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി അതിൽ ഡെസിക്കൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതേപോലെ അത് ആ ഒരു ഡെസിക്കേറ്ററിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഡ്രൈനെസ് മെയിൻ മോയ്സ്ചർ വരാണ്ട് ഡ്രൈ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഡെസിക്കൻസ് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. സിലിക്ക ജെൽസ് ഒക്കെ പോലെയുള്ള ഡെസിക്കൻസ് നമുക്ക് യൂസ് ചെയ്യും. പിന്നെ അടുത്തതാണ് ഫോട്ടോ സെൻസിറ്റീവ്. ഫോട്ടോ സെൻസിറ്റീവ് പേരിൽ തന്നെയുണ്ട്. ഫോട്ടോ ലൈറ്റിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കെമിക്കൽസ്. അതായത് ലൈറ്റ് എക്സ്പോഷർ വരുമ്പോൾ അത് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡാർക്ക് സ്റ്റോറേജ് ഏരിയാസ് അതല്ലെങ്കിൽ ആംബർ കളേർഡ് ബോട്ടിൽസിലാണ് നമ്മൾ അത് സ്റ്റോർ ചെയ്യേണ്ടത്. സോ മാക്സിമം ലൈറ്റ് ഹെവി ആയിട്ട് കീപ്പ് ചെയ്യണം. നമ്മൾ അതിന് സണ്ണുമായിട്ട് എക്സ്പോഷർ വരാൻ പാടില്ല. ഇപ്പൊ സിൽവർ നൈട്രേറ്റ്, പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് ഒക്കെ നമുക്ക് ഈ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. സോ ഒപ്പാക്ക് ആയിട്ടുള്ള നമ്മൾ ക്ലിയർ ആയിട്ടുള്ള സാധാ ഗ്ലാസ് ജാറിൽ നമ്മൾ ഗ്ലാസ്സിൽ യൂസ് ചെയ്യാൻ പാടില്ല. ആംബർ കളേർഡ് ബോട്ടിലായിരിക്കും നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത്. എപ്പോഴും സൺലൈറ്റിന് ഹെവി ആയിട്ട് ഡാർക്ക് ഏരിയയിലായിരിക്കും അത് കീപ്പ് ചെയ്യുകയും വേണ്ടത് കേട്ടോ. ഇനി അടുത്തത് റിയാക്റ്റീവ് കെമിക്കൽ. റിയാക്റ്റീവ് കെമിക്കൽ സ്റ്റോർ ചെയ്യേണ്ടത് നമ്മൾ വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ റിയാക്റ്റീവ് കെമിക്കൽ സ്റ്റോർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സോഡിയം മെറ്റൽസ്, ഓർഗാനോ മെറ്റാലിക് റിയേജൻസ് ഒക്കെയാണ് നമ്മൾ ക്ലിയർലി വാട്ടറിനും എയറിനും ഹെവി ആയിട്ട് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ റിയാക്റ്റീവ് ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത് ഓരോ കെമിക്കൽസും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽ ഫ്രം ദ ഫോളോവിങ്. ഓപ്ഷൻ എ ഓക്സാലിക് ആസിഡ്, ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ ഡി
സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓപ്ഷൻസിൽ ഏതാണ് പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽ എന്ന് പറയുന്നത്? ആൻസർ ഏതാണ്? പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽ ഓപ്ഷൻസിൽ ഓക്സാലിക് ആസിഡ് ആണ് പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽ എന്ന് പറയുന്നത്. ഓക്സാലിക് ആസിഡ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽ, എന്താണ് ഈ സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽ എന്നുള്ളത്. ഈ ഗ്രേഡ്സ് ഓഫ് കെമിക്കൽ ഏരിയയിലുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽ. പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഹൈ പ്യൂരിറ്റി ഉള്ള, വെരി ഹൈ പ്യൂരിറ്റി ഉള്ള കെമിക്കൽസിനെയാണ് നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽ എന്ന് പറയുന്നത്. എന്നാൽ പ്രൈമറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സെക്കൻഡറി സ്റ്റാൻഡേർഡ് പ്രൈമറിനേക്കാളും ലോവർ പ്യൂരിറ്റി ആണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി എടുക്കുമ്പോൾ ഹൈ പ്യൂരിറ്റി 100% പ്യൂരിറ്റി ഉള്ളതാണ് പ്രൈമറി സ്റ്റാൻഡേർഡ് എങ്കിൽ സെക്കൻഡറി സ്റ്റാൻഡേർഡ് അത്രത്തോളം പ്യൂരിറ്റി വരുന്നില്ല. ഓക്കെ, അതിന്റെ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഹൈലി സ്റ്റേബിൾ ആണ്. ഈ നോർമൽ കണ്ടീഷൻസിലൊന്നും അത് ഡീകമ്പോസ് ആയി പോവില്ല. നോർമലി അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആണ്. പക്ഷേ ഈ സെക്കൻഡറി സ്റ്റാൻഡേർഡ് ലെസ് സ്റ്റേബിൾ ആണ്. അതായത് ഈ ഡീകമ്പോസിഷൻ നടക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പൊ ടൈം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്ന് ഡീകമ്പോസിഷൻ നടക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഈ സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഫോട്ടോ സെൻസിറ്റിവിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രൈമറി സ്റ്റാൻഡേർഡ് എടുക്കുകയാണ് എങ്കിൽ അത് ഫോട്ടോ സെൻസിറ്റീവ് അല്ല. നമുക്ക് എന്താണ് ലൈറ്റിന്റെ പ്രസൻസിൽ അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്നാൽ സെക്കൻഡറി സ്റ്റാൻഡേർഡ് അധികം ചിലപ്പോൾ ഫോട്ടോ സെൻസിറ്റീവ് ആവാം. അതായത് ലൈറ്റുമായിട്ട് എക്സ്പോസ്ഡ് വരുമ്പോൾ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി നഷ്ടപ്പെടാം. ഓക്കെ, ഇനി എക്സാമ്പിൾസ് നിങ്ങൾ നോക്കണം. അതല്ലാണ്ട് 1-2 പ്രോപ്പർട്ടീസും കൂടി പഠിക്കാനുണ്ട്. എക്സാമ്പിൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇപ്പൊ ഓക്സാലിക് ആസിഡ് ഇത് പഠിച്ചു വെക്കണം. ഇപ്പൊ ക്വസ്റ്റ്യനെ തന്നെ കണ്ടല്ലോ, അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രജൻ താലേറ്റ്, പൊട്ടാസ്യം ഹൈഡ്രജൻ താലേറ്റ്, ഇതെല്ലാം പ്രൈമറി സ്റ്റാൻഡേർഡിന് എക്സാമ്പിൾ ആണ്. ഓക്സാലിക് ആസിഡ്, അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം ഹൈഡ്രജൻ താലേറ്റ്, ഇതെല്ലാം പ്രൈമറി സ്റ്റാൻഡേർഡിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ കോമൺലി റൂട്ടീൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന കെമിക്കൽ, ബാക്കിയുള്ള കെമിക്കൽസ് ഒക്കെ നമുക്ക് സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാം. കാലിബ്രേഷൻ പ്രൊസീജിയേഴ്സിന് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് നമുക്ക് എന്തായിട്ട് പറയാം? സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാം. സോ 1-2 പ്രോപ്പർട്ടീസും കൂടി. അതിന്റെ ഹൈഗ്രോസ്കോപ്പിക് പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞു. മോയ്സ്ചർ ആയിട്ട് എയറുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്താണ് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഗ്രോസ്കോപ്പിക്. പക്ഷേ പ്രൈമറി സ്റ്റാൻഡേർഡ് ഹൈഗ്രോസ്കോപ്പിക് അല്ല. മോയ്സ്ചർ ആയിട്ട് കോണ്ടാക്ട് വന്നാൽ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യില്ല. പക്ഷെ സെക്കൻഡറി സ്റ്റാൻഡേർഡ് ചിലപ്പം എന്താണ് ഹൈഗ്രോസ്കോപ്പിക് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അത് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തിട്ട് അതിന്റെ വെയിറ്റിലും കോൺസെൻട്രേഷനിലും ഒക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഫ്രീ ഫ്രം വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ. പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഫ്രീ ഫ്രം വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ആണെങ്കിൽ സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്താണ്? മേ കണ്ടെയ്ൻ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻസ് ആണ്. സോ ലാസ്റ്റ് നമ്മൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അപ്പൊ പ്രൈമറി സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, പ്രിസൈസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്. ഇപ്പൊ ടൈട്രേഷനൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് നമ്മൾ കാലിബ്രേഷൻ റെഫറൻസ് ആയിട്ടും ഈ പ്രൈമറി സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാം. പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അത്രയും പ്യൂരിറ്റി ഉള്ള, സ്റ്റെബിലിറ്റി ഉള്ള, നോൺ ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള, നോൺ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് ആണല്ലേ. സോ അത് നമുക്ക് ടൈട്രേഷന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് വേണ്ടിയിട്ട് കാലിബ്രേഷൻ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാം. എന്നാൽ സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് റുട്ടീൻ അനാലിസിസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കാലിബ്രേഷൻ പ്രൈമറി സ്റ്റാൻഡേർഡ് അവൈലബിൾ അല്ലാത്ത സമയത്ത് നമുക്ക് കാലിബ്രേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് വർക്കിന് അത്രത്തോളം പ്രിസൈസ് ആയിട്ടുള്ളതല്ല നമ്മൾ ഈ സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്ന് പറയും. സോ നമ്മൾ കോമൺലി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രൈമറി സ്റ്റാൻഡേർഡ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡറി സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാം. അതുപോലെ റുട്ടീൻ അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡറി സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതായിരുന്നു പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. വിച്ച് ഗ്രേഡ് ഓഫ് കെമിക്കൽ ഈസ് യൂസ്ഡ് ഫോർ ക്രോമറ്റോഗ്രാഫിക് പർപ്പസ്? ഓപ്ഷൻ എ അനലിറ്റിക്കൽ റിയേജന്റ് ഗ്രേഡ്, ഓപ്ഷൻ ബി ഗ്യാരണ്ടീഡ് റിയേജന്റ് ഗ്രേഡ്, ഓപ്ഷൻ ബി ലബോറട്ടറി റിയേജന്റ് ഗ്രേഡ്, ഓപ്ഷൻ ഡി അൾട്രാ പ്യൂർ ഗ്രേഡ്. ഇതില് ക്രോമറ്റോഗ്രാഫിക് പർപ്പസസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? യെസ്, ദാറ്റ് ഈസ് അൾട്രാ പ്യൂർ ഗ്രേഡ്.
അപ്പൊ ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് കെമിക്കൽസ് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഓരോ ഗ്രേഡ്സും നമ്മൾ ഏതൊക്കെ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ കൊമേഴ്ഷ്യൽ ഗ്രേഡ്, ഇപ്പൊ ഞാൻ അതിന്റെ പ്യൂരിറ്റി കൂടുന്നതിനനുസരിച്ചാണ് പറയുന്നത്. ഹൈ ഗ്രേഡ് ഏറ്റവും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ലോ ഗ്രേഡ് ആയിരിക്കും, അവസാനം ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഹൈ ഗ്രേഡ് ആയിരിക്കും. ഏറ്റവും ലോ ഗ്രേഡ് ആയിട്ടുള്ള ലീസ്റ്റ് പ്യൂരിറ്റി ഉള്ള ഗ്രേഡ് ആണ് കൊമേഴ്ഷ്യൽ ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ കൊമേഴ്ഷ്യലി നമ്മൾ വീട്ടിലെ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്നത്. കാരണം ഈ ഗ്രേഡ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ ടൈപ്പ് ഓഫ് കെമിക്കൽസ് തന്നെ ഡിഫറെന്റ് ഗ്രേഡ്സിൽ കിട്ടും. ഇപ്പൊ നമ്മൾ സാൾട്ട് എടുക്കുകയാണ്, ഉപ്പ് കോമൺ സാൾട്ട് എടുക്കുകയാണെങ്കിൽ, NaCl എടുക്കുകയാണെങ്കിൽ, സോഡിയം ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്കത് വീട്ടിൽ ജസ്റ്റ് ഹൗസ് ഹോൾഡ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാളും പ്യൂരിറ്റി ആയിട്ടുള്ള ഗ്രേഡ് ആയിരിക്കും നമ്മൾ ലാബിലെ പർപ്പസസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡിഫറൻസ് ഉണ്ട്. അതാണ് ഒരു കെമിക്കൽസിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രേഡിംഗ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഗ്രേഡിംഗ് ആണ് ഈ കൊമേഴ്ഷ്യൽ ഗ്രേഡ് എന്ന് പറയുന്നത്, ലീസ്റ്റ് പ്യൂരിറ്റി ആയിട്ടുള്ളതാണ്. സോ അത് നമ്മൾ ഹൗസ് ഹോൾഡ് പർപ്പസിന്, ഫെർട്ടിലൈസർ, അതായത് ഇപ്പോൾ നമ്മൾ കോമൺ സാൾട്ട്, ബ്ലീച്ചിങ് പൗഡർ, സോപ്പ്, കോപ്പർ സൾഫേറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള പർപ്പസസിന് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഗ്രേഡ് ആണ്. അത്രത്തോളം പ്യൂരിറ്റി ഒന്നും വേണ്ട നമുക്ക്. ഇപ്പൊ സോപ്പ് ഉണ്ടാക്കാനും ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ അത്രത്തോളം പ്യുവർ ആയിട്ടുള്ള കെമിക്കൽസ് ആവശ്യമില്ല അല്ലെ. സോ അതാണ് കൊമേഴ്ഷ്യൽ ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. രണ്ടാമത്തേത് ലബോറട്ടറി ഗ്രേഡ്. നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ലോ പ്യൂരിറ്റി ഗ്രേഡ് ആണ് ലബോറട്ടറി ഗ്രേഡ്. മറ്റേത് നമ്മൾ കൊമേഴ്ഷ്യൽ ഹൗസ് ഹോൾഡ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലബോറട്ടറി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ലാബിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ലീസ്റ്റ് പ്യൂരിറ്റി ഗ്രേഡ് ആണ് ലബോറട്ടറി ഗ്രേഡ്. കാരണം അതിൽ കുറേ ഇമ്പ്യൂരിറ്റീസ് കാണും. അതുകൊണ്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് പർപ്പസസിനൊന്നും നമുക്ക് ഇത് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും എന്താണ്? ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ എത്ര എമൗണ്ട് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് പ്രസൻസ് ഓർ ആബ്സെൻസ് ചെക്ക് ചെയ്യുന്നതിനാണ് ക്വാളിറ്റേറ്റീവ്. അങ്ങനെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിനും ഡെമോൺസ്ട്രേഷനും വേണ്ടി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. എന്നാലും നമ്മളത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് നമ്മളിപ്പോ ഫിക്സേറ്റീവ് ആയിട്ട്, പ്രിസർവേറ്റീവ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസ് ആണ് ഈ ലബോറട്ടറി ഗ്രേഡ്. ഇപ്പോൾ അസറ്റിക് ആസിഡ് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോർമാലിൻ, തൈമോള്, അതൊക്കെ നമ്മൾ വേണമെങ്കിൽ ഫിക്സേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ടൈപ്പ് ഗ്രേഡ്സ് ആണ് നമ്മൾ ലബോറട്ടറി ഗ്രേഡ് എന്ന് പറയും. ലാബിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ലോ പ്യൂരിറ്റി ഉള്ളതാണ്. ഇപ്പൊ ഫിക്സേറ്റീവ് ആയിട്ടും പ്രിസർവേറ്റീവ് ആയിട്ടൊക്കെ നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യാം. പിന്നെ ഗ്യാരണ്ടീഡ് ഗ്രേഡ് ഓർ പ്രാക്ടിക്കൽ ഗ്രേഡ്. ഗ്യാരണ്ടീഡ് ഗ്രേഡിന്റെ മറ്റൊരു പേരാണ് പ്രാക്ടിക്കൽ ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലബോറട്ടറി ഗ്രേഡിനേക്കാളും പ്യൂരിറ്റി ആണ്, എന്നാൽ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് അതിലുണ്ട്. ഇമ്പ്യൂരിറ്റീസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ റുട്ടീൻ അനലിറ്റിക്കൽ വർക്ക്, ഇപ്പൊ ഗ്ലൂക്കോസ്, ഇപ്പൊ എഡ്യൂക്കേഷൻ പർപ്പസസിനൊക്കെ വേണ്ടി പ്രാക്ടിക്കൽ ഗ്രേഡ് എന്ന് കണ്ട പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന് നമുക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഗ്ലൂക്കോസ്, കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ജനറൽ ലബോറട്ടറി കെമിക്കൽസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ജനറലി നമുക്കിപ്പോ എഡ്യൂക്കേഷൻ പർപ്പസസിന് ഗ്ലൂക്കോസ്, കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ ഒക്കെ വേണമെങ്കിൽ ഈ ഒരു ഗ്യാരണ്ടീഡ് ഓർ പ്രാക്ടിക്കൽ ഗ്രേഡ് അതൊന്നും എടുത്തു വെക്കണേ. ഗ്യാരണ്ടീഡ് റിയേജന്റിനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ ഗ്രേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കെമിക്കലി പ്യുവർ ഗ്രേഡ്. കെമിക്കലി പ്യുവർ ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ഗ്യാരണ്ടീഡ് ഗ്രേഡിനേക്കാളും കുറച്ചും കൂടി ഹൈ പ്യൂരിറ്റി വരുന്നതാണ്. ജനറൽ അപ്ലിക്കേഷന് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഗ്യാരണ്ടീഡ് ഗ്രേഡ് അല്ല, ജനറൽ അപ്ലിക്കേഷൻസിനും അനലിറ്റിക്കൽ കെമിക്കൽസ് ആയിട്ടൊക്കെ നമുക്ക് ജനറൽ ലാബിൽ യൂസ് ചെയ്യുന്നത് ഈ കെമിക്കൽ പ്യുവർ ഗ്രേഡ് ആണ്. പിന്നെ അടുത്തതാണ് HPLC ഗ്രേഡ്. HPLC ഗ്രേഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രീംലി പ്യൂർ ആയിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് സീറോ ഇമ്പ്യൂരിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ഈ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി HPLCയിലാണ് ഈ HPLC ഗ്രേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തായാലും മറന്നു പോകില്ലല്ലോ. പിന്നെ അനലാർ ഗ്രേഡ്. അനലാർ ഗ്രേഡ് എന്ന് പറയുമ്പോൾ വെരി ഹൈ പ്യൂരിറ്റീസ് ആണ്. കൃത്യമായിട്ട് ഇമ്പ്യൂരിറ്റീസ് എത്രയുണ്ട് എന്ന് അനലൈസ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് കൃത്യം നമുക്കറിയാം ആ ഒരു ഗ്രേഡ് ഓഫ് കെമിക്കൽസിൽ ഇത്ര ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവും അനലിറ്റിക്കൽ അപ്ലിക്കേഷൻസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇലക്ട്രോഫോറസിന്, എൻസൈം അസേ, മിനറൽ എസ്റ്റിമേഷന്, ഹോർമോൺസ്, ഡ്രഗ് അസേ, ഇങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ഈ അനലാർ ഗ്രേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നോട്ട് ചെയ്ത് വെക്കുക. ഇലക്ട്രോഫോറസിസ്, എൻസൈംസ്, ഹോർമോൺസ്, മിനറൽ എസ്റ്റിമേഷൻ, ഡ്രഗ് എസ്റ്റിമേഷൻ ഒക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? അനലാർ ഗ്രേഡ്. ലാസ്റ്റ് വൺ അൾട്രാ പ്യുവർ ഗ്രേഡ്. ഹൈ പ്യൂരിറ്റീസ് ആയിരിക്കും.
അതേപോലെ ക്രോമറ്റോഗ്രാഫി അത് യൂസ് ചെയ്യുന്നത് എവിടെയാ? ക്രോമറ്റോഗ്രഫി, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഈ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്ററിലും ക്രോമറ്റോഗ്രഫിയിലും നമ്മൾ ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലെ. ക്രോമറ്റോഗ്രഫിയിലുമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഈ അൾട്രാ പ്യുവർ ഗ്രേഡ് യൂസ് ചെയ്യാറുള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. താങ്ക് യു.